നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ RCBയെ സൺറൈസേഴ്സ് ഹൈദരാബാദ് പരാജയപ്പെടുത്തിയത് ഒരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. മുട്ടൻ പണിയാണ് RCBക്ക് കിട്ടിയത് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. 42 റൺസിൻ്റെ വിജയം SRH സ്വന്തമാക്കുമ്പോൾ RCBക്ക് മുന്നിൽ ഒരു ബിഗ് അലാം കോളാണ് അവിടെ മുഴങ്ങിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, അവരുടെ നെറ്റ് റൺ റേറ്റിന് ബിഗ് ബ്ലോ കിട്ടി. അതോടൊപ്പം അവർക്ക് ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായി മാറുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളൊന്നും എടുത്ത് പരിശോധിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോയിൻ്റ് പട്ടിക എടുത്ത് നോക്കുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. അവർ 3-ാം സ്ഥാനത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. 13 കളി 17 പോയിൻറ്റ്, 12 കളി 17 പോയിൻ്റാണ് PBKസിന്, 13 കളി 18 പോയിൻ്റാണ് GTക്ക്. ഒറ്റക്കളി മാത്രമേ RCBക്ക് ബാക്കിയുള്ളൂ. അത് വിജയിച്ചാൽ അവർക്ക് മാക്സിമം എത്താൻ പറ്റുക 19 പോയിൻറ്റിലാണ്. അതേസമയം GTക്ക് ഉള്ള ഒരു കളി വിജയിച്ചാൽ 2 പോയിൻറ്റ് കിട്ടിയാൽ അവർ 20ലേക്ക് എത്തും. PBKസിന് ബാക്കിയുള്ള 2 കളികളും വിജയിച്ചാൽ അവർ 21ലേക്കും എത്തും. ചുരുക്കത്തിൽ ടോപ്പ് 2 ഫിനിഷിംഗ് എന്നുള്ളത് RCBക്ക് ബുദ്ധിമുട്ടായിട്ട് മാറുന്നു. MIക്ക് പോലും ഇപ്പോൾ സാധ്യതകൾ തുറക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. MIക്ക് അടുത്ത കളി വിജയിച്ച് അവർക്ക് 18 പോയിൻറ്റിലേക്ക് എത്താൻ പറ്റിയാൽ PBKസിനുള്ള 2 കളികളും പൊട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ, അതുപോലെ RCBയുടെ അടുത്ത കളി തോൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് 18 പോയിൻ്റ് ആവും. GTക്ക് 18 20 പോയിൻ്റായിട്ട് അവർ ടോപ്പ് 2-ൽ വരാൻ പോലുമുള്ള സാധ്യത ഈ ഒരു പരാജയം, RCBയുടെ പരാജയത്തിലൂടെ തുറന്നിടപ്പെടുകയാണ്. MIയുടെ സാധ്യത വളരെ കുറവാണ് ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യുന്നാൽ പോലും. അപ്പോൾ നോക്കുക, ടോപ്പ് 2 കിട്ടിയില്ലെങ്കിൽ പിന്നെ പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ടോപ്പ് 2 കിട്ടിയാൽ ക്വാളിഫയർ കളിക്കാം, വിജയിച്ചാൽ നേരെ ഫൈനലാണ്. അല്ലെങ്കിൽ പിന്നെ എലിമിനേറ്റർ കളിക്കണം, പൊട്ടിയാൽ പുറത്താണെന്നുള്ള അവസ്ഥ വരും. ക്വാളിഫയർ ആണെങ്കിൽ പൊട്ടിയാലും പ്രശ്നമില്ല, വീണ്ടും അടുത്ത കളി കളിക്കാം എന്നുള്ളതൊക്കെയാണല്ലോ. അതൊന്നും ഇപ്പം ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ടോപ്പ് 2 ഫിനിഷ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിലാണ് ഇപ്പോൾ വെള്ളം ചേർക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ സാധ്യതകളിൽ. മാത്രമല്ല, ഇതൊരു ബിഗ് അലാം കോളാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ജോഷ് ഹേസൽവുഡ് ഇല്ലാത്ത ബൗളിംഗ് നിര, ആ ബൗളിംഗ് നിരക്ക് എങ്ങനെയൊക്കെ പണി കിട്ടാം എന്നുള്ളതാണ് ഇന്നലെ കൃത്യമായിട്ട് കണ്ടത്. ഒരു വമ്പൻ സ്കോർ സൺറൈസേഴ്സ് ഹൈദരാബാദ് അടിച്ചു കൂട്ടുന്നു. 231 റൺസ്. ഇഷാൻ കിഷൻ്റെ 94, ഒരിക്കൽ കൂടി അദ്ദേഹം മികവിലേക്ക് വന്നു. അഭിഷേകിൻ്റെ 34. അങ്ങനെ അവർ ഒരു വലിയ സ്കോർ അടിച്ചു കൂട്ടുമ്പോൾ RCBയുടെ ബൗളിംഗ് നിരക്ക് അത്രത്തോളം മികവ് കാണിക്കാൻ പറ്റാതെ പോയി. അതേസമയം RCBയുടെ ബാറ്റിംഗ് നിരയോ ഏത് വലിയ സ്കോറും അവർക്ക് ചേസ് ചെയ്യാൻ പറ്റുമെന്ന തോന്നലാണ് തുടക്കത്തിൽ ഉണ്ടാക്കിയത്. ഫിൽ സാൾട്ടും കിങ് കോഹ്ലിയും ചേർന്നുകൊണ്ട് അത്തരത്തിലാണ് മുന്നോട്ട് പോയത്. പക്ഷെ പിന്നെ സംഭവിച്ചതോ, നിതീഷ് കുമാർ റെഡ്ഡിയുടെ ആ 15ാമത്തെ ഓവർ ആ ഒരു മൊമെൻറ്റം തന്നെ ബ്രേക്ക് ചെയ്തു. ഒരു ഘട്ടത്തിൽ 163-ന് 3 എന്ന നിലയിൽ നിന്നുള്ള ടീമാണ്. ആ സമയത്താണ് വെറും 4 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 15ാമത്തെ ഓവർ നിതീഷ് കുമാർ റെഡ്ഡി എറിയുന്നത്. SRHൻ്റെ റിതം തിരികെ അവർക്ക് ലഭിക്കുന്നത്. പിന്നെ നോക്കുക, ഒറ്റ റൺസിന് 3 വിക്കറ്റുകൾ പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതായത് 173-ന് 3 എന്ന നിലയിൽ നിന്ന് 174-ന് 6 എന്ന നിലയിലേക്ക് അവർ വീണു. ഇനി അതിനേക്കാൾ ഭയാനകമായൊരു കണക്ക് പറയട്ടെ. 173-ന് 3 എന്ന നിലയിൽ നിന്ന് RCBയാണ് 189-ന് 10 എന്ന നിലയിലേക്ക് ഓൾ ഔട്ടായി പോയത്. സോ കാര്യങ്ങൾ അവിടെ വളരെ വ്യക്തമാണ്. ഒരു അലാം കോളാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കളി നമ്മൾ വ്യക്തമായിട്ട് എടുത്ത് നോക്കിയാലും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. RCBക്കെല്ലാം സ്മൂത്താണ് എന്നിപ്പോൾ കരുതാൻ പറ്റില്ല എന്ന തോന്നലുണ്ടാക്കുന്നു. ഇപ്പോൾ ഈ സീസണിൽ ആദ്യമായിട്ടാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് RCB തോൽക്കുന്നത്. അതുകൂടി നോക്കണം. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേഗത്തിലുള്ള തുടക്കമാണ് കൊടുത്തത്. 4 ഓവറിൽ 54 നിലയിൽ നിൽക്കുമ്പോഴാണ് അഭിഷേക് ശർമ്മ പോകുന്നത്. തൊട്ടു പിന്നാലെ ഹെഡും മടങ്ങിപ്പോകുന്നു. പിന്നെ ഹെൻറിക് ക്ലാസിൻ്റെ ഒരു പ്രകടനം. 13 പന്തിൽ 24 റൺസ് മാത്രമാണ് അദ്ദേഹം അടിക്കുന്നത്. എന്നാൽ ഇഷാൻ കിഷനാണ് ശരിക്കും RCBക്ക് പണി കൊടുത്തത്. 48 പന്തിൽ നിന്ന് 94 റൺസ് അദ്ദേഹം അടിച്ചു കൂട്ടിയായിരുന്നു. അനികേത് വർമ്മയുടെ കമിയോ 9 പന്തിൽ നിന്ന് 26, ഒരു 4, 3 സിക്സറും. അപ്പോൾ അങ്ങനെ നിർലോഭം അവരുടെ ബാറ്റർമാർ റണ്ണടിച്ചു കൂട്ടുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന RCBയുടെ ബൗളിംഗ് നിര. യാഷ് ദയാൽ 3 ഓവറിൽ 36, 12 ഇക്കണോമി. ഭുവനേശ്വർ കുമാർ 4 ഓവറിൽ 43, 10.75 ഇക്കണോമി. ലുങ്കി എങ്കിടി 4 ഓവറിൽ 51, 12.75 അദ്ദേഹത്തിൻ്റെ ഇക്കണോമി. സുയാഷ് ശർമ്മ 3 ഓവറിൽ 45, 15 ഇക്കണോമി പോയത്. അതുപോലെ കൃണാൽ പാണ്ഡ്യയാണ് തമ്മിൽ ഭേദമെന്ന് പറയേണ്ടി വരും. 4 ഓവറിൽ 38. പിന്നെ റൊമാരിയോ ഷെഫേർഡ് 2 ഓവറിൽ 14, അദ്ദേഹത്തിന് 2 വിക്കറ്റ് ലഭിച്ചു. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് മിസ് ചെയ്തത്
അയാളെ തന്നെയാണ് ജോഷ് ഹേസൽവുഡിനെ. ബൗളിങ് പലപ്പോഴും പല സീസണുകളിലും RCBക്ക് പണി കൊടുത്തതാണ്. ഹേസൽവുഡിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫർമേഷൻ ഇല്ല. അദ്ദേഹം വരില്ല എന്നിവിടെയും റിപ്പോർട്ടില്ല. എന്ന് വരും എന്ന കാര്യത്തിലും ഒരു ഉറപ്പും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. എന്ന് മടങ്ങി വരും എന്നുള്ളതിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുമ്പോൾ തന്നെ ഈ ടീമിന് മുന്നോട്ട് പോവുക എന്നുള്ളത് ഈ ബൗളിംഗ് നിരയും വെച്ച് എത്രത്തോളം സാധിക്കും എന്നുള്ള ചോദ്യം കൂടി വരുന്നു. അതിലേക്കാണ് ഈ മിഡിൽ ഓർഡറിലെ ഇങ്ങനെയുള്ളൊരു കൊളാപ്സ് സംഭവിക്കുന്നത്. ഫിൽസാൾട്ടും കിങ് കോഹ്ലിയും ചേർന്നുകൊണ്ടുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ട് അതിവേഗത്തിൽ സ്കോർ ചെയ്തു പോകുമ്പോൾ ഈ ഒരു റൺ റേറ്റ് ഒന്നും പ്രശ്നമല്ല എന്ന തോന്നലുണ്ടാക്കിയെങ്കിൽ ദേവദത്ത് പടിക്കലിൻ്റെ പരിക്കേറ്റുള്ള പുറത്തുപോക്ക് അവർക്ക് എത്രത്തോളം പ്രശ്നമായി എന്നുള്ളത് ഈ കളിയിൽ നമ്മൾ കണ്ടു. മയങ്ക് അഗർവാളിന് ആ ഒരു നിലവാരത്തിലേക്ക് കളിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ എന്തായാലും എനിക്ക് സംശയമുണ്ട്. ഇപ്പോഴത്തെ ഫോമിൽ രജത് പട്ടീദാർ അദ്ദേഹം സീസണിൻ്റെ തുടക്കത്തിൽ എന്ത് തുടക്കമാണിട്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മോശം ഫോം അതിനെ ഒന്നുകൂടെ പ്രശ്നമാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ റണ്ണൗട്ട് സംഭവിക്കുന്നു. 16 പന്തിൽ നിന്ന് 18, ജിതേഷ് 15 പന്തിൽ നിന്ന് 24, പിന്നെ സഫേഡ്, ഡക്ക്, കൃണാൽ പാണ്ഡ്യ 8, ടിം ഡേവിഡ് 1, ഭുവനേശ്വർ കുമാർ 3. ഇതൊരു വല്ലാത്ത തകർച്ചയാണ്. സോ മധ്യനിരയിലെ പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനിയിപ്പോൾ ടീം സിഫേർട്ട് വരുമ്പോൾ, ജേക്കബ് ബത്തലിന് പകരം ടീം സിഫേർട്ട് വരുമ്പോൾ ഏത് തരത്തിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതും കണ്ടറിയണം. ചരിത്രത്തിലെ ആദ്യത്തെ IPL ട്രോഫി സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് RCB എങ്കിൽ പല കാര്യങ്ങളും ഇനിയും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്, ഇമ്മീഡിയറ്റ്ലി ഫിക്സ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു മത്സരമാണ് കടന്നുപോയത്. ആ അർത്ഥത്തിൽ അത് RCBക്ക് പോസിറ്റീവുമാണ്. പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നത് പ്ലേ ഓഫിന് മുമ്പ് തന്നെ കണ്ടെത്താൻ പറ്റിയാൽ, അത് ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയാൽ അത് തീർച്ചയായിട്ടും ടീമിന് ഗുണം ചെയ്യും എന്ന ശുഭപ്രതീക്ഷയിലാണ് RCBയുടെ ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീഡിയോ എത്താം.